എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവർ വിവാഹിതരായ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അച്യുതൻ അന്നത്തെ രാത്രിയില് ഭയങ്കര ടെൻഷനോട് കൂടിയാണ് കിടന്നുറങ്ങുന്നത്. അതേസമയം തന്നെ നമ്മുടെ അച്യുതൻ ഒരു സ്വപ്നം കണ്ടതായിരുന്നു. ഭൂമിജിയുടെ അച്ഛനാണ് സത്യദാസ് എന്ന സത്യം നമ്മുടെ അച്യുതൻ വെളിപ്പെടുത്തുന്നല്ലോ. അത് വെറും തന്നെയായിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് ാണ് അച്യുതൻ. അതേസമയം തന്നെ സത്യദാസിനോട് ഈ വിവരം പറയുമ്പോൾ സത്യദാസ് ഒരു അടി കൊടുക്കുന്നുണ്ട്. ആ അടിയുടെ ഞെട്ടലിനാണ് ചാടി എഴുന്നേൽക്കുന്നത്. അപ്പോഴാണ് അച്യുതൻ മനസ്സിലാക്കുന്നത് ഇതൊരു സ്വപ്നമായിരുന്നു എന്ന കാര്യം. അതേസമയം തന്നെ അച്യുതൻ ഒരു ഞെട്ടലോടുകൂടി തന്നെ ഇരിക്കുവാണ്. അതേസമയം തന്നെ ഭവാനിയും കമാലും ചേർന്ന് വീണ്ടും മീറ്റ് ചെയ്യുന്നു. അതേസമയം ഭവാനി അയാൾക്ക് വഴക്ക് കൊടുക്കുവാണ്. ഇത്രയും ദിവസമായിട്ട് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഞാനിത് എവിടെ ചെന്ന് കിടക്കുന്നു, രണ്ടെണ്ണത്തിനെയും തീർക്കാൻ പറഞ്ഞിട്ട് എന്റെ ഒരറിവുമില്ലായിരുന്നല്ലോ, ഞാനിങ്ങനെ രസിച്ച് നടക്കുവാണോ എന്നൊക്കെ ഭവാനി ദേഷ്യത്തോടു കൂടി തന്നെ വഴക്ക് പറയുന്നുണ്ട് കമാലിനെ. എത്ര നാളായിട്ട് നിന്നോട് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇന്നത്തെ ദിവസം കടന്നു പോയാൽ ഞാനിനി എന്നെയും എന്റെ മകളെയും കൊല്ലേണ്ട അവസ്ഥ വരും. അതേപോലെ തന്നെ ഭൂമി വന്ന് ഇന്നലെ എല്ലാവരെയും ക്ഷണിച്ചു. ഫാദേഴ്സ് ഡേ ആണ് പോലും എന്ന് പറഞ്ഞ തനിക്ക് വല്ലതും മനസ്സിലായോ? എടാ, ആ അച്യുതൻ ഭൂമിക്ക് അവളുടെ യഥാർത്ഥ അച്ഛനെ മനസ്സിലാക്കി കൊടുക്കും. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അതിനു വേണ്ടിയാണ് ഈ ഫംഗ്ഷൻ അവര് വെച്ചെന്ന് പറയുന്നുണ്ട് ഭവാനി. ഈ സമയം കമാല് പറയുവാണ് അത് തെറ്റായ ഒരു വിവരമാണ്, അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല മാഡം. അനിയ സമയം പറയുവാണ് താൻ ഒരു കാര്യം ഓർത്തു. എന്നിൽ നിന്ന് അച്യുതൻ പലതവണ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഭൂമി സ്വന്തം മകളെ പോലെ വളർത്തണം എങ്കിൽ എന്തിനാണ് അയാൾ ഈ നാട്ടിലേക്ക് വന്നത്? അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അയാളുടെ നാട്ടിലേക്ക് തന്നെ നിന്നാൽ പോരെയായിരുന്നു. അയാളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഭൂമിജയെ അവളുടെ യഥാർത്ഥ അച്ഛന് കൈമാറുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അച്യുതൻ ഈ നാട്ടിലേക്ക് എത്തിയത്. പക്ഷേ നീ അത് സമ്മതിച്ചു കൊടുക്കരുത്. അതിനു മുൻപേ തന്നെ അവരെ രണ്ടുപേരും നീ തന്നെ കൊന്നിരിക്കണം എന്ന് ഭവാനി താക്കീത് നൽകുന്നുണ്ട്. അതുമാത്രമല്ല സൗഭാഗ്യപുരത്തെ എല്ലാവരെയും ആ ഫംഗ്ഷന് വേണ്ടി വിളിച്ചിരുന്നു അവൾ. അതുമാത്രമല്ല സത്യദാസിനെ പ്രത്യേകം പോയി അവൾ വിളിച്ചിരുന്നു. ഇതാണ് കൃത്യമായിട്ടുമുള്ള ഒരു ഡ്രാമ. അതുമാത്രമല്ല ഇന്ന് 1 മണിക്ക് മുൻപിൽ തന്നെ എന്റെയും മകളുടെയും വിധി അവിടെ എത്തും. മാത്രമല്ല അതുകൊണ്ട് നീ അവരെ രണ്ടുപേരെയും തീർത്തിരിക്കണം. അതേസമയം തന്നെ കമാല് പറയുവാണ് എനിക്ക് കുറച്ച് ആലോചിക്കാൻ വേണ്ടി സമയം വേണമെന്ന്. എന്തിനാടോ തനിക്ക് ഇത്രയും എന്ന് ഭവാനി ചോദിക്കുമ്പോൾ നമ്മുടെ കമാല് പറയുവാണ് ആ വീട് നിറച്ചു ആളുകളാണ്, അതിന് ഇടയിൽ പോയി ഞാൻ എന്ത് ചെയ്യാനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തീരുമാനമെടുക്കാൻ ആലോചിക്കണം എന്ന് തന്നെ കമാല് പറയുവാണ്. അതേസമയം തന്നെ ഭവാനി പറയുവാണ് പിന്നെ നീ 2 റീത്ത് വാങ്ങി എന്നിട്ട് എന്റെ മകളുടെയും എന്റെയും ശരീരത്തിൽ വെക്കാൻ വേണ്ടി നീ വരണമെന്ന് ഭവാനി പറയുന്നുണ്ട്. താൻ വലിയ ഗുണ്ട പോലും, ആ വർഗത്തിന് പോലും നാണക്കേട, ഇറങ്ങിപ്പോടോ എന്ന് തന്നെ ഭവാനി പറയുന്നുണ്ട്. സമയം ഭവാനിയുടെ ലക്ഷ്യം പ്രകോപിപ്പിച്ചും നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ടാണ് കമാൽ കർത്തവ്യം ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് ഭവാനി ചെയ്യുന്നുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷേ നമ്മുടെ കമാൽ എന്ത് ചെയ്യുമെന്ന് കമാലിന് തന്നെ അറിയാം. കമാലിനാണെങ്കിൽ ഭവാനിയുടെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഈ സമയം തന്നെ ഭവാനി അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്. ആ ഒരു താൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ രഹസ്യം ഇന്നത്തോടെ തന്നെ പൊളിയുന്നുണ്ട്. താനും തന്റെ മകളും ഒരു ചാരമാകാൻ പോകുന്നു എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ദേഷ്യപ്പെട്ടും ദേഷ്യവും വിഷമവും എല്ലാം വന്ന് അവിടെ നിൽക്കുവാണ് ഭവാനി. അതേസമയം തന്നെ ഭൂമിജയുടെ വീട്ടിലാണെങ്കിൽ ഭയങ്കര ആഘോഷമാണ്. എല്ലാ ആളുകളും വന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി എല്ലാവരും നിൽക്കുവാണ്. എല്ലാവരും വരുന്നു, ചെയറെല്ലാം കൊണ്ടിടുന്നു. അങ്ങനെ ആഘോഷത്തിന്റെ ഒരുക്കങ്ങളെല്ലാം അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ഭൂമിജയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി നിൽക്കുവാണ്. അത് മാത്രമല്ല അവിടെ വരുന്നവരോട് എല്ലാവരോടും ഭൂമിജ പോയി സംസാരിക്കുകയും പരിചയപ്പെടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് കോഫി ഷോപ്പിൽ വരുന്ന മേത്യു സാർ ഉണ്ടല്ലോ, അവരുടെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് ഭൂമിജ. സമയം വീടിനടുത്തുള്ള ഒരു ഉമ്മ വരുന്നുണ്ട്. അവര് വന്ന് ചോദിക്കുവാണ് എന്താ വീട്ടിൽ ഇത്ര പെട്ടെന്നൊരു ആഘോഷം എന്നൊക്കെ ചോദിക്കുവാണ്. ഈ സമയം തന്നെ അച്യുതനും അംബികയും പറയുവാണ് ഇനിയും കുറച്ച് കാര്യങ്ങളൊന്നും നീട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല, ധനാംശമൊക്കെ ഉമ്മയ്ക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ്. അതേസമയം ഉമ്മ പറയുവാണ് അതൊക്കെ കിട്ടുന്നുണ്ട്, ഭൂമി മോളുള്ളത് കൊണ്ട് ഇപ്പൊ അയാള് അതൊക്കെ തരുന്നതെന്ന് പറയുന്നുണ്ട്. അതേസമയം അംബിക ചോദിക്കുവാണ് ഭൂമി കോഫി ഷോപ്പെല്ലാം നിർത്തി എവിടേക്കെങ്കിലും പോയാൽ എന്ത് ചെയ്യും നിങ്ങൾ എന്ന് ചോദിക്കുമാണ്. അതേസമയം ആ ഉമ്മ പറയുവാണ് അയ്യോ അങ്ങനെയൊന്നും പറയരുതേ അംബികെ, അവൾ ഉള്ളത് കൊണ്ടാ നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരുവിധം നടന്നു പോകുന്നത്. അതേസമയം മാത്യു സാർ പറയുവാണ് മക്കളെയും പൂവിനെ കണ്ട് മോഹിക്കരുതെന്ന്. പക്ഷേ ചില മാവുകളുണ്ട് നമുക്ക് ഫലം തരും,
ഫലം തരുവാൻ വേണ്ടി മാത്രം പൂക്കുന്ന മാവുകൾ, അതിലൊന്നാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയെ തന്നെ എല്ലാവരും പൊക്കി പറയുവാണേ. അതേസമയം നമ്മുടെ അച്യുതനും അംബികയ്ക്കും വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് ഈ സമയത്ത്. ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരോട് സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അജയ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അജയ് വന്നിട്ട് ഈ പോലീസുകാരോട് ചോദിക്കുവാണ്, എടോ താങ്കളൊക്കെ ഡ്യൂട്ടിയിലല്ലായിരുന്നോ, പിന്നെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അയാളെ വിരട്ടി വിടുന്നുണ്ട്. അതേസമയം തന്നെ അയാള് പറയുവാണ്, ഇങ്ങോട്ടേക്ക് വന്നത് ഒരു കേസ് അന്വേഷിക്കാനുണ്ടായിരുന്നു, കൊണ്ടുവന്നതാണെന്ന് പറയും. അതേസമയം സാറിന് ചായ എടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ വന്നത് വേറെയൊന്നുമല്ല, മണിക്ക് എനിക്ക് എത്താൻ പറ്റത്തില്ല, വേറൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാ ഞാൻ നേരത്തെ വന്നതെന്ന് പറയുന്നത്. പറ്റത്തില്ല, സാറ് നേരത്തെ വരണം, അല്ലെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വന്നേ പറ്റത്തുള്ളൂ. ആ നോക്കട്ടെ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ജയും ഭൂമിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അച്യുതനും അംബികയും പറയുവാണ്, ഭൂമി അവളെ അങ്ങോട്ട് നോക്കിയേ, അവര് തമ്മിൽ എന്ത് പൊരുത്തമാ എന്ന് പറയുന്നുണ്ട്. ഈ സമയം തന്നെ അംബിക പറയുവാണ്, എന്റെ മോള് ആരെ കൂടെ നിന്നാലും നല്ല പൊരുത്തമാ, അത്രയ്ക്ക് സുന്ദരിയാ എന്റെ മോള് എന്ന് അംബിക പറയുവാണ്. ഈ സമയം പിന്നെ പറയുവാണ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവൾ എന്റെ മോള് അല്ലാതാകുവാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അംബിക പൊട്ടിക്കരയുന്നുണ്ട്. അതോടുകൂടി അച്യുതൻ പറയുവാണ്, വാ വാ അകത്തേക്ക് വാ. ഈ അംബിക അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അംബികയുടെ നിയന്ത്രണം മൊത്തം വിട്ടുപോയി, പറയാൻ തുടങ്ങി. അങ്ങനെ അച്യുതൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അംബികയെ. അതേസമയം അച്യുതൻ അംബികയോട് പറയുവാണ്, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ചേട്ടാ എനിക്ക് മനസ്സിലാകുന്നില്ല, അവളെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മളെ മോള് നമുക്ക് നഷ്ടപ്പെടുത്തില്ലേ? ഇത് എനിക്ക് ഒട്ടും തന്നെ താങ്ങാനാവുന്നില്ല എന്ന് പറയുവാണേ. പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട് നമ്മുടെ അംബിക. എന്റെ മോളെ നഷ്ടപ്പെടുന്നത് എനിക്ക് ഒട്ടും തന്നെ താങ്ങാൻ കഴിയുന്നില്ല, ആലോചിച്ചുകൊണ്ട് കരഞ്ഞോണ്ടേ ഇരിക്കുവാണ്. ഈ സമയം തന്നെ അച്യുതൻ കുറെ സമാധാനിപ്പിക്കുന്നുണ്ട് അംബികയെ. എന്നിരുന്നാലും നമ്മുടെ അംബികയ്ക്ക് തൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. സമയം തന്നെ അച്യുതൻ പറയുവാണ്, ഇനി ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ മോള് നമ്മളെ വിട്ടു പോകും, അതോടെ എല്ലാം അവസാനിക്കും എന്ന് അച്യുതൻ പറയുന്നുണ്ട്. ഈ സമയം തന്നെ അംബിക പറയുവാണ്, നമുക്ക് ജീവിക്കേണ്ട അച്യുവേട്ട, നമുക്ക് മരിക്കാം. ഈ സമയം അച്യുതൻ പറയുവാണ്, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, നീ സമാധാനമായിട്ടിരിക്കുക, ശരിയാവും, അവളെ അവളുടെ അച്ഛന്റെ അരികിലല്ലേ നമ്മൾ ഏൽപ്പിക്കുന്നത്. ഈ സമയം അംബിക പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. ഇത്രയും ദിവസം അംബിക പിടിച്ചു നിന്നു, പക്ഷേ ഇന്നത്തെ ആ ഒരു ദിവസം അംബികയ്ക്ക് ഒട്ടും താങ്ങാൻ കഴിയുന്നില്ല. എന്റെ മകളെ എന്നേക്കുമായി നഷ്ടപ്പെടുന്ന വിഷമത്തിൽ കരയുമാണ് അംബിക. എല്ലാവരിൽ നിന്നൊക്കെ തന്നെ അംബിക മാറി നിൽക്കുവാണ്. മാത്രമല്ല അച്യുതനും മാറി നിന്ന് പൊട്ടിക്കരയുവാണ്. പിന്നെ അച്യുതൻ ഓരോ കാര്യങ്ങളായിട്ട് ഓർക്കുന്നുണ്ട്. ഈ സമയം തന്നെ ഭൂമിജ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഉടൻ തന്നെ അച്യുതയും അംബികയും കണ്ണു തുടയ്ക്കുന്നുണ്ട്. ഈ സമയം തന്നെ ഭൂമിജ പറയുവാണ്, അച്ഛ അമ്മ ഞാൻ ഒരു അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുവാണ്. ശരിക്കും പറഞ്ഞ ഭൂമിജയ്ക്ക് കോൾ വന്നത് വേറൊരിടത്തൊന്നും അല്ല, നമ്മുടെ ഫോൺസ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടല്ലോ, അവിടെ നിന്നൊരു ഫോൺ കോൾ വന്നിരുന്നു. അവരുടെ നിവേദനത്തിട്ടുണ്ട് മുതലുള്ള എല്ലാ ചികിത്സകളും ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഏറ്റെടുക്കുന്നത്. സന്തോഷ വാർത്ത വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഭൂമിജയോട്. ഈ സമയം ഭൂമിജ ഓടി വന്ന് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, എനിക്കൊരു അത്യാവശ്യ സ്ഥലം വരെ പോകാനുണ്ട്, ദേ വരുന്നു എന്ന് പറയുന്നുണ്ട്. സമയം അവര് രണ്ടുപേരും ചോദിക്കുവാണേ, നീ പോവല്ലേ, എനിക്കൊരു ഉമ്മ തന്നിട്ട് പോ എന്ന് പറയുവാണ്. അവസാനമായിട്ട് ഒരു ഉമ്മ തന്നിട്ട് പോകുമോളെ എന്ന് പറയുവാണ്. അതേസമയം ഭൂമിജ പറയുവാണ്, തിരക്കായതുകൊണ്ടല്ലേ അച്ഛ, വന്നിട്ട് തരാ അച്ഛ എന്ന് പറയുവാണ്. വന്നിട്ട് അച്ഛനൊരു 1000 ഉമ്മ തന്നെ തരാം, ഒട്ടും നിൽക്കാൻ പറ്റത്തില്ല അച്ഛൻ. ഇനി ഭൂമിജ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ പോകുവാണ്. അച്ഛന്റെ സർജറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ശരിയായല്ലോ എന്ന സന്തോഷത്തില് നമ്മുടെ ഭൂമിജ പോകുവാണ്. അങ്ങനെ അമ്മയ്ക്കും അച്ഛനും ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് ഭൂമിജ പോകുന്നത്. അങ്ങനെ ഒരുപാട് സമയം അവര് രണ്ടുപേരും ടാറ്റ കൊടുക്കുന്നുണ്ട്. ഇപ്പിക്കുകയാണെങ്കിൽ കരഞ്ഞു കരഞ്ഞ് കണ്ണിൽ നിന്ന് എന്റെ നിര് വാർന്നുകൊണ്ടേയിരുന്നു. ഇനി അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് പോവാൻ തുടങ്ങി. അച്യുതന് ഒട്ടും തന്നെ താങ്ങാൻ കഴിയുന്നില്ല. ഭാഗ്യപുരത്ത് അനി കമാലിനെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ടുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ സമയം സൗഭാഗ്യ മുത്തശ്ശിക്ക് സംശയം തോന്നുന്നുണ്ട്, ഇവൾ എന്താ ഒരുപാട് സമയമായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ടല്ലോ. ഈ സമയം അങ്ങോട്ടേക്ക് സംഗീതയും എത്തുന്നുണ്ട്. സംഗീതയും പിടിച്ചവിടെ ഇരുത്തുന്നുണ്ട്. ഇവൾ എന്താ സംഗീത, കുറെ നേരം ആയല്ലോ സംസാരിക്കാൻ തുടങ്ങിയിട്ട്, എന്താണാവോ ഇത്രയും സംസാരിക്കാനുള്ളത്? ഈ സമയം തന്നെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോ ഇത പറയുവാണ്, അമ്മേ ഭൂമിയുടെ വീട്ടിലേക്ക് പോകണ്ട. ഭാഗ്യമുത്തശ്ശി പറയുവാണ്, ആ പോകണം, സാധാരണ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വിളിച്ചാല് അമ്മ പോകാറൊന്നുമില്ലല്ലോ. ഈ സമയം തന്നെ സൗഭാഗ്യ മുത്തശ്ശി പറയുവാണ്, അത് ശരിയാണ്, അങ്ങനെ പോകാത്തതാ, പക്ഷെ ഭൂമി ഒരു സാധാരണ പെൺകൊച്ചു തന്നെ, പക്ഷെ അവള് ഒരു ചടങ്ങിന് വിളിക്കുമ്പോ എനിക്ക് പോകാതിരിക്കാൻ കഴിയത്തില്ല, അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. ഭാഗ്യ മുത്തശ്ശി പറയുവാണ്. സമയം തന്നെ നമ്മുടെ ഭവാനി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ സമയം ചോദിക്കുവാണ്, ഭവാനി നീ ഇത്രയും സമയം ആരെയായി ഫോണിൽ വിളിച്ചോണ്ടിരുന്നത്? ഇത് ഞാനൊരു വക്കീലിനെയാണ് വിളിച്ചോണ്ടിരുന്നത്. ഈ കേസിനി മുന്നോട്ട് കൊണ്ടുപോയാൽ പറ്റത്തില്ലല്ലോ, ഇതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാ. ഓ അതായിരുന്നല്ലേ, പക്ഷേ നിന്റെ സംസാരം കേട്ടപ്പോൾ എന്തോ ഒരു ദുരൂഹത ഉള്ളതുപോലെ തോന്നി. സമയം ഭവാനി പറയുവാണ്, ഒന്നുമില്ല അമ്മേ,
അഞ്ജന എന്തേ അവള് വരുന്നില്ലേ ഫംഗ്ഷന് വീട്ടിലേക്ക്? ഈ സമയം ഭവാനി പറയുവാ, ഇതിനമ്മേ ആ ചായക്കടക്കാരിയുടെ വീട്ടിലേക്ക് ഓരോ ആവശ്യങ്ങൾക്ക് പോകുന്നു. എടി, നീ ഇങ്ങനെ തീരെ പുച്ഛിച്ച് സംസാരിക്കരുത്. മുത്തശ്ശി പറയുവാണ്. എന്നിട്ട് പറയുവാണ്, ആ ഭൂമിജ എന്റെ ചെറുമകളായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. തീരെ പുച്ഛിച്ചൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയുക. എനിക്ക് അവളെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ വേറെ ആരുടെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് തന്നെ സൗഭാഗ്യ മുത്തശ്ശി പറയുവാണ്. ഭവാനിക്കാണെങ്കിൽ ദേഷ്യമാണ്. സൗഭാഗ്യ മുത്തശ്ശി ഭൂമിജയെ സ്നേഹിക്കുന്നത് ഒട്ടും തന്നെ ഭവാനിക്ക് ഇഷ്ടമല്ല. മാത്രമല്ല സൗഭാഗ്യ മുത്തശ്ശി പറയുവാൻ, എനിക്ക് ഭൂമിജ മോളെ ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ വീട്ടിലെ ഫംഗ്ഷന് പോകും എന്ന് പറയുന്നുണ്ട്. ഈ സമയം തന്നെ ഭവാനി അഞ്ജനെ വിളിക്കാൻ വേണ്ടി മുകളിലേക്ക് പോകുന്നുണ്ട്. അതേസമയം അഞ്ജന പറയുവാണ്, ഈ കിളവ പണിയൊന്നുമില്ലേ, ആ ചായക്കടക്കാരി അവളുടെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് പറ്റും. ഭവാനി ആ സമയം പറയുവാണ്, എടി എന്തായാലും മുത്തശ്ശി പറഞ്ഞതല്ലേ, നമുക്കും കൂടെ അങ്ങോട്ടേക്ക് പോകാന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ആ അജയും ഭൂമിജയും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ കിളവിക്ക് അവളോട് എന്തായാലും സോഫ്റ്റ് കോർണർ. മാത്രമല്ല ഇവരെന്ത് ആവശ്യത്തിനാ അവിടേക്ക് ഇപ്പൊ പോകുന്നത്? ഈ ചായക്കടക്കാരി ആരോ ആണ് അവരുടെ. ഈ സമയം തന്നെ അഞ്ജന പറയുവാണ്, അമ്മയ്ക്കും തലയ്ക്ക് സുഖമില്ലാതായോ? ഇപ്പൊ തന്നെ അമ്മയ്ക്കൊരു കാര്യം അറിയോ? ജയ് എങ്ങോട്ടേക്കാണ് പോയതെന്നറിയോ? ഭൂമിജയുടെ വീട്ടിലേക്കാ പോയത്. അതാണ് അവന്റെ സ്വഭാവം. എന്തായാലും ഇന്ന് അവിടെ ആ ഒരു ഫംഗ്ഷൻ നടക്കാൻ പാടുള്ള പ്ലാനൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ജയ് വരട്ടെ, ഞാൻ ഏതായാലും അവനോട് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര ദേഷ്യത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം തന്നെ അജയ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അതേപോലെ തന്നെ അജയോട് ഭവാനി പറയുവാണ്, അജയ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഇത്തിരി ഒഫീഷ്യൽ ആണെന്ന് പറയുന്നുണ്ട്. അജയ് പറയുവാണ്, നമുക്ക് വൈകിട്ട് സംസാരിക്കാന്ന്. അപ്പോൾ ഭവാനി പറയുവാണ്, അത് പറ്റത്തില്ല, ഇപ്പൊ തന്നെ എനിക്കത് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാറ്റി നിർത്തിയിട്ട് അവർ സംസാരിക്കുവാണ്. ഈ സമയം ഭവാനി പറയുവാണ് അജയോട്, അജയ് നീ ഈ ഭൂമിജയുടെ വീട്ടിലേക്ക് പോകുന്നതൊന്നും ശരിയല്ല. ഈ സമയം തന്നെ അജയ് ചോദിക്കുകയാണ്, ഏത് ഭൂമിയെ കുറിച്ചാ പറയുന്നത്? ഭൂമി നമ്മുടെ എർത്തിനെ പറ്റിയാണ് പറയുന്നത്. അതേസമയം തന്നെ ഭവാനി പറയുവാണ്, അല്ല, ഞാൻ പറയുന്നത് ആ ചായക്കടക്കാരി ഭൂമിജയെ പറ്റിയാ. ചായക്കടക്കാരിയോ? അങ്ങനെ തീരെ റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കരുത്. അവൾ ഒരു കോഫി ഷോപ്പിന്റെ ഓണറാണ്. പരസ്പരം ഒരു മ്യൂച്വൽ റെസ്പെക്ട് എങ്കിലും വേണം ആന്റി എന്ന് അജയ് പറയുന്നുണ്ട് ഭവാനിയോട്. അജയ് അങ്ങനെ പറയുമ്പോൾ ഭവാനിക്ക് ഒട്ടും തന്നെ അത് ഇഷ്ടപ്പെടുന്നില്ല. ഇതിനെ കുറിച്ച് ഞാൻ പറയാം, അവൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. പിന്നെ മരിക്കുമെന്നൊക്കെ ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്യും. എന്തിനാണെന്നറിയോ? അജയെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന വിഷമത്തിലാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത്. കുറച്ചും കൂടെ അവളെ ശ്രദ്ധിക്കണം അജയ് എന്ന് പറയുവാണ്. അതേസമയം അജയ് പറയുവാണ്, എനിക്ക് അതിന്റെ കാര്യമൊന്നുമില്ല. അജയ് പറയുവാണ്, ഞാൻ എന്തിനാ അതിനെ പറ്റിയൊക്കെ ചിന്തിക്കണം, എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് തന്നെ അജയ് പറയുവാണ്. ഈ സമയം ഭവാനി പറയുവാണ്, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന അജയ്. ഈ സമയം തന്നെ അജയ് പറയുവാണ്, ആര് പറഞ്ഞു നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്ന്? ഞാൻ ഒരിക്കലും അവളെ വിവാഹം കഴിക്കില്ല. അവളെ മാത്രമല്ല, ഞാൻ ഒരു പെൺകുട്ടികളെയും കല്യാണം കഴിക്കില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കും. എനിക്കറിയാമല്ലോ എന്തുകൊണ്ടാണെന്ന്. നയന, അവൾ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ, അല്ലാതെ ഇനി ഒരാളും എന്റെ മനസ്സിലില്ല. അത് ആന്റിക്ക് അറിയാന്നുള്ള കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ എന്നെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അജയ് പോകുവാണ്. കേൾക്കുമ്പോൾ തന്നെ ഭവാനിക്ക് ഭയങ്കര ദേഷ്യം തോന്നുവാണ് അജയോട്. ഈ സമയം ഭവാനി ചിന്തിക്കുവാണ്, ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യം. ഈ സമയം തന്നെ അജയ് കുറെ കാര്യങ്ങൾ ആലോചിക്കുവാണ്. എന്നെയും അജയുമായിട്ടുള്ള പഴയ ആ സംഭാഷണങ്ങളും ആദ്യമായിട്ട് ഒരു കവിത രചിച്ച് വെച്ചൊരു ബുക്ക് ഉണ്ടാക്കുകയാണ് നയന. മാത്രവുമല്ല അത് അജയെ കൊണ്ടുവന്ന് കാണിക്കുകയും അജയെ കൊണ്ട് തുറപ്പിക്കുകയും വായിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം അജയ് ആലോചിച്ച് നിൽക്കുവാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ അജയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. മാത്രമല്ല നയന അത് അജയ്ക്ക് വേണ്ടി മാത്രം ചെയ്ത ഒരു ഇതാണത്. മാത്രമല്ല അജയ് ആ സമയം നയനയുടെയും അജയുടെ ആ പ്രണയ നിമിഷങ്ങളെ ആലോചിക്കുന്നുണ്ട്. എത്രത്തോളമാണ് തങ്ങളുടെ പ്രണയമെന്ന് അതേസമയം ആലോചിച്ച് നിന്നു പോവുകയാണ് അജയ്. ഈ സമയം നമ്മുടെ കമാല് രഹസ്യമായിട്ട് അച്യുതന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് കമാൽ സൂക്ഷിച്ചു നോക്കുവാണ്, പ്രധാനപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? മകളൊന്നുമില്ല അവിടെ എന്ന് ആലോചിച്ച് നിൽക്കുവാണ് അവിടെ. അതേസമയം അകത്ത് അച്യുതനും അംബികയും മാത്രമേ ഉള്ളൂ. തന്നെയാ നല്ല സമയം, ഇനി ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല എന്ന് കമാൽ ഉറപ്പിക്കുവാണ്. ഇപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഫംഗ്ഷനായി ആളുകളെല്ലാം വരാൻ തുടങ്ങും. അതിനുശേഷം ഒന്നും തന്നെ അച്യുതനെ ചെയ്യാൻ കഴിയില്ല. അച്യുതനെ കൊല്ലാൻ പറ്റത്തില്ല എന്നും മനസ്സിലാക്കി രണ്ടും കൽപ്പിച്ച് തന്നെ നമ്മുടെ കമാല് വീട്ടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. കമാലിന്റെ കയ്യിൽ വലിയൊരു കത്തി തന്നെയുണ്ട്. അതുമായിട്ട് കമാല് അകത്തേക്ക് പോകുന്നു. അച്യുതനും അംബികയും മാത്രമുള്ള ആ സമയത്ത് കമാല് ആ വീട്ടിലേക്ക് ഒരു വലിയ കത്തിയുമായി എത്തുന്നു. ഇത്രയൊക്കെയാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.